ഹലോ, ഞാൻ ഇന്ന് ഓംലെറ്റ് ഉണ്ടാക്കാം. ഇത് മുട്ട ഓംലെറ്റിന് ബൗൾ മിക്സ് ചെയ്യാൻ പെപ്പർ, സോൾട്ട്, ഓനിയനും ചില്ലിയും പിന്നെ ഇത് കത്തിമ്പോതുവാ. ഇത് പിന്നെ ഞാനിവിടെ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കണ്ട. എന്നിട്ട് എൻ്റെ പേര് മാലൂന. ഇനി ഉള്ളി കട്ട് ചെയ്യാൻ പോവാ. എന്നിട്ട് മുളകും. ഇനി ആ മുളക് കട്ട് ചെയ്യാൻ പോവാ. ഹായ്, ഞാനിവിടെ നമ്മുടെ ഷെഫിന് ഈ മുട്ട നമ്മളിവിടെ വെക്കാൻ പോവാ. സോ നമുക്ക് പൊട്ടിച്ചിട്ട് നമുക്ക് ഈ ഇതിനകത്ത് സ്റ്റർ ചെയ്യാം. ഈ ബൗളും സ്പൂണിടും. എന്നിട്ടും ഉള്ളിയും മുളകും ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഇനി ആ മുട്ട പൊട്ടിക്കായിരിക്കും. 1 2 3. ആദ്യത്തെ മുട്ട പൊട്ടിച്ചു. ഇനി ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യും എൻ്റെ അസിസ്റ്റൻറ്റ്. സോൾട്ടും പെപ്പറും ഇച്ചിരി പെപ്പർ ഇട്ടോ. എൻ്റെ അസിസ്റ്റൻറ്റ് കുറച്ച് പെപ്പർ തരുന്നതായിരിക്കും. ഇത് പതുക്കെ ഇത് പ്ലീസ്. ഇപ്പം ഞാൻ ഉപ്പ് തരും. ഇത് കൊടുത്തു. ഓക്കെ, മതി മതി. അപ്പം പെപ്പർ മതി. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുക്ക് ചെയ്യും. ഓക്കെ, ഗുഡ്. ഇനി ഞങ്ങൾ അടുത്ത മുട്ട പൊട്ടിക്കാൻ പോവാ. 1 2 3. ഇപ്പം ഞാൻ അടുത്ത മുട്ട പൊട്ടിച്ചിട്ടു. ഇനി എൻ്റെ അസിസ്റ്റൻറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം അതിൻ്റെ അടുത്തേക്ക് ഇട്ടു. ഹലോ, ഇനി നമ്മൾ ഈ ഓണിയനും പിന്നെ മുളകും ഇടാൻ പോവാ. പെപ്പർ ഇട്ടോ. ഞാൻ നോക്കുന്നു. ഇനി ഞങ്ങൾക്ക് ലാസ്റ്റ് മുട്ട ചെയ്ത് അസിസ്റ്റൻറ്റിന് വേണ്ടി അസിസ്റ്റൻറ്റ് തന്നെയാണ് പൊട്ടിക്കാൻ പോകുന്നത്. ഞാൻ ഇൻഗ്രീഡിയൻസിലേതും അസിസ്റ്റൻറ്റ് പിന്നെ സ്റ്റെയർ ചെയ്യും. സോ റെഡി അസിസ്റ്റൻറ്റ്? 3 2 1. Powder? Yes. Good. എല്ലാം ഇതായില്ല. അത് കിട്ടും. ഇനി ഞങ്ങൾ ഓംലെറ്റ് ഒക്കെ കുക്ക് ചെയ്ത് റെഡിയാക്കാൻ പോവാ തിന്നാൻ. സോ ഫസ്റ്റ് ഈ പാൻ ഇവിടെ വയ്ക്കുക. ബർണറിൽ. പിന്നെ നമുക്കൊരു ലൈറ്റ് ചെയ്ത് വയ്ക്കാം ഇവിടെ ഇങ്ങനെ. അതൊക്കെ പിന്നെ നമുക്ക് ചൂടാവാൻ വെയിറ്റ് ചെയ്യാം. ഒരു ചൂട് ഇപ്പം കറക്റ്റ് ചൂട് വല്ലതുമായിട്ടുണ്ടാവും. സോ നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കാൻ പോവാം ഒരു മുട്ടയ്ക്ക്. എണ്ണ ഒഴിച്ചു. ഇനി അത് ഫുള്ള് പാനുമ്മ സ്പ്രെഡ് ചെയ്യാൻ പോവാം. സോ മുട്ട എല്ലാവരെയും കറക്റ്റായിട്ട് എണ്ണ വന്നില്ല. ഇപ്പം എണ്ണ ചൂടായോ എന്ന് അറിയാൻ വേണ്ടി നമ്മളൊരു ഇച്ചിരി ഒരു സ്മോൾ ഡ്രോപ്പ് മുട്ട ഇട്ട് നോക്കും. സോ ഇപ്പം ചൂടായെന്ന് തോന്നുന്നേ. സോ നമ്മൾ ഫുള്ള് മുട്ട ഇപ്പം ഇടാൻ പോവാം. എല്ലാ പീസസും വെച്ച് ഫുള്ള് മുട്ടയിട്ട് നമ്മൾ ഈ മുട്ട സ്പ്രെഡ് ചെയ്യാം.
ഇനി നമ്മളിത് വെയിറ്റ് ചെയ്യുമ്പോൾ കുക്കാവാൻ പാട്ടെ പിന്നെ ഫ്ലിപ്പ് ചെയ്യും. ഇനി ആ മുട്ട ഒന്ന് പൊക്കി നോക്കാൻ പോവാ, അത് അതിൻ്റെ അതി കുക്കായോന്ന് അറിയാൻ വേണ്ടി. കുക്കായി തോന്നു. സോ ഇനി ഫ്ലിപ്പ് ചെയ്യാൻ പോവാം. ഇനി ഫ്ലിപ്പ് ചെയ്തു. ഇനി ഇതൊരു 2-3 സെക്കൻഡ് ഇതുണ്ടാവും. എന്നിട്ട് പിന്നെ പൊക്കിയിട്ട് പ്ലേറ്റ് വെക്കാം അവിടെ. ഇനി ഞങ്ങൾ മറ്റേ സൈഡ് ഫ്ലിപ്പ് ആവുമെന്ന് നോക്കാൻ പോവാം. യെസ്, നന്നായിട്ട് കുക്കായി. അതുകൊണ്ട് നമ്മൾ എടുത്തിട്ട് പ്ലേറ്റ് വെക്കാം. ഇനി എൻ്റെ ബ്രദറ് എൻ്റെ മുട്ട ഉണ്ടാക്കാൻ പോവാ. എന്നിട്ട് ഹോപ്പ്ഫുള്ളി ഗുഡായിട്ട് വരും. ഞാൻ എന്നാൽ പിന്നെ വയ്ക്കാൻ പോവാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്യും പിന്നെയും. സോ എല്ലാവരും തന്നെയാവും. അസിസ്റ്റൻറ്റിന് എന്താണ് ഓംലെറ്റ് സ്ക്രംബിൾഡ്? ഓക്കെ, അസിസ്റ്റൻറ്റിന് ഓംലെറ്റ് ആണ് അഗൈൻ. സോ നമ്മൾ പിന്നെയും ടെസ്റ്റ് ചെയ്യുന്നൊരു ഇച്ചിരി വയ്ക്കും. കണ്ടിട്ട് നന്നായിട്ട് ചൂടായെന്ന് തന്നെ തോന്നുന്നു ഓർമ്മട്ട്. അതുകൊണ്ട് നമ്മൾ ഫുള്ള് പിന്നെ കഴിക്കാൻ പോവാം. അസിസ്റ്റൻറ്റ് പറയുന്നത് നല്ല നല്ലതരം ഫ്ലവർ പോലെ ഇരിക്കുന്നു മുട്ട. ഒരു ഇച്ചിരി അന്ന് കൂടിപ്പോയെന്ന് ഡൗട്ട്. ഇപ്പം ഓയിലി മുട്ട ഇരിക്കും. ഇനി നമ്മളൊരു 2-3 കുറച്ച് മിനിറ്റുകൾ എടുക്കും ഇതൊന്ന് നന്നായിട്ട് കുക്കായി കിട്ടാൻ. ഇനി ഞങ്ങൾ ഫ്ലിപ്പ് ചെയ്യാൻ പോവാം. സോ ആദ്യം നോക്കും ചൂടായി. ചൂടായി നന്നായിട്ട്. ഹോപ്പ്ഫുള്ളി നന്നായിട്ട് വന്നു. ഈ മുട്ട അത്രയ്ക്ക് നന്നായിട്ട് വന്നില്ല, പക്ഷേ അത് പിന്നെ ബട്ട് നല്ല പിസ്സ സ്ലൈസ് പോലെയൊക്കെ ഇരിക്കണേ. ഒരു ചെറിയതുപോലെ നന്നായിട്ട് കുക്കായി. ഇനി ബാക്കി 2 പാരൻസിനൊക്കെ നമ്മൾ കുറച്ച് ബ്രെഡ് ഓംലെറ്റ് ആക്കണം. സോ ബ്രെഡ് നമ്മൾ ടോസ്റ്റ് ചെയ്യാൻ പോവാം. ഇവിടെ വയ്ക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ഇച്ചിരി ചൂട് കൂട്ടുക. എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് ടോസ്റ്റ് ആവാൻ. ഇനി ഞങ്ങൾ ബ്രെഡ് ആയോന്ന് നോക്കാൻ പോവാം. അത് കണ്ടിട്ട് ടോസ്റ്റ് ആയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. സോ നമ്മൾ കുറച്ച് നേരം കൂടിയും വെയിറ്റ് ചെയ്യും. ഇനി ഞങ്ങൾ പിന്നെയും ബ്രെഡ് നോക്കാൻ പോവാം. ഈ ബ്രെഡ് നോക്കട്ടെ. ഇതൊരു 2-3 സെക്കൻഡ് കൂടി നിൽക്കട്ടെ. പക്ഷേ ഈ ബ്രെഡിനെ കണ്ട ഇച്ചിരി ചൂടാ. ഇത് കണ്ട കളറ്, ഇത് ഒരു ഗോൾഡൻ കളർ പോലെയാണ്. സോ ഇത് ഈ ബ്രെഡായി. സോ ഇത് ഫ്ലിപ്പ് ചെയ്ത് വയ്ക്കാം. പറ്റേ ഇത് നോക്കട്ടെ, ഇതുമായി. സോ ഇനി ഞാൻ ഫ്ലിപ്പ് ചെയ്യാൻ പോവാം. ഇത് നോക്കട്ടെ, ഇതൊരു കുറച്ച് നേരം കൂടി നിൽക്കണം. ഈ ബ്രെഡ് 2 സൈഡും നന്നായിട്ടായി. അതുകൊണ്ട് നമുക്ക് ഇത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ തീയും ഓഫ് ചെയ്യാൻ പോവാം. ഇത് ഒരു സൈഡേ ആയിട്ടുള്ളൂ. സോ ഇത് മറ്റേ സൈഡാണ്. ഈ ബ്രെഡ് സ്റ്റിൽ ഇച്ചിരി കൂടി ആവാനുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഫോർ നൗ ഇത് ഗുഡാണ്. ബാക്കി എല്ലാത്തിനെ പോലെ അത്രയല്ല കണ്ടത്. ഇന്ന് ഇത് നമ്മൾ ബ്രെഡ് ഓംലെറ്റ് പോലെ ആക്കാൻ പോവാം. ഓക്കെ, സോ ഇനി ഞങ്ങൾ പാരൻസിന് വേണ്ടി ബ്രെഡ് ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പോവാം. ഈ ചട്നി ഒക്കെ സ്പ്രെഡ് ചെയ്യും പക്ഷെ ആദ്യം. എന്നിട്ട് അത് അസിസ്റ്റൻറ്റ് ചെയ്യാൻ പോവാം. സോ ഇച്ചിരി എടുത്തിട്ട് സ്പ്രെഡ് ചെയ്യും. അത് പിടിച്ചു വയ്ക്കുക. എല്ലാ കോർണേഴ്സിലും ആക്കണം. എന്നിട്ട് നന്നായിട്ട് എല്ലാവരും സ്പ്രെഡ് ചെയ്യാൻ പോവാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ഓംലെറ്റ് എല്ലാം എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് വയ്ക്കും. എന്നിട്ട് എങ്കിൽ അസിസ്റ്റൻറ്റ് ടേസ്റ്റ് ചെയ്യും ഓൺമൊട്ട. ഇനി ഞങ്ങൾ ഓരോ ഓംലെറ്റ് എടുത്തിട്ട് ബ്രെഡിൻ്റെ അകത്ത് വയ്ക്കാൻ പോവാം അഡൽട്സിന് വേണ്ടി. സോ ആദ്യം ഞാനൊരു എക്സാമ്പിൾ അസിസ്റ്റൻറ്റിന് കാണിച്ചു കൊടുക്കാം. സോ ഇങ്ങനെ ഒരു മുട്ട എടുക്കുക. പിന്നെ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യും. എന്നിട്ട് ഇങ്ങനെ വെക്കും.
എന്നിട്ട് പിന്നെ ബ്രെഡും കൊണ്ട് ക്ലോസ് ചെയ്യും. എന്നിട്ട് ബ്രെഡിനെ ഇവിടെ വെക്കും. അതേപോലെ അസിസ്റ്റൻറ്റ് മറ്റേ ഓംലെറ്റ് ചെയ്യാൻ പോവാം. ഹാഫ് ഫോൾഡ് ചെയ്യും, അങ്ങനെ വെക്കും. എന്നിട്ട് പിന്നെ ബ്രെഡും കൂടിയും വെക്കും. അത് മറന്നു തോന്നുന്നു. ഇനി അസിസ്റ്റൻറ്റിൻ്റെ ഓൺ മൊത്തം തിന്ന് നോക്കാൻ പോവാം. ഇഷ്ടമായി അസിസ്റ്റൻറ്റിന്? റേറ്റിംഗ് ദാ ഔട്ട് ഓഫ് 5. 4 out of 5. എന്താ മാള് 4 ആയി പോയത്? എന്താ 4 ആയി പോയത്? എന്തോ കൂടിപ്പോയേ, കുറഞ്ഞു പോയേ? 4 ടു ഓയിലി ആയിരുന്നോ? അല്ല, കരിഞ്ഞുപോയപ്പോൾ. എവിടെയാണോ പോയി കരിഞ്ഞു പോയേക്കുന്നത്? ബ്രെഡ് ആയിരുന്നെങ്കിൽ പിന്നെയും പറയായിരുന്നു. പക്ഷേ ഇതെവിടെയാണ് കരിഞ്ഞിരിക്കുന്നത്? നോർമൽ മുട്ട കഴിഞ്ഞത്. ഓക്കെ, സോ താങ്ക് യു കിച്ചുകുട്ട, താങ്ക് യു മാളു, ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തന്നതിന്. ഞങ്ങൾ കഴിക്കാൻ പോട്ടെ, ഒത്തിരി വിശക്കണം. ബൈ 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 കിച്ചു. ബൈ ബൈ.